അരക്കെട്ടിന് മുകളിലേക്ക് നഗ്നയായ ഒരു പെൺകുട്ടി, അവരുടെ മാറിടങ്ങൾ തഴുകുന്ന രണ്ട് പുരുഷന്മാർക്കിടയിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ. അതിലൊരാളാകട്ടെ ക്യാമറയെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ മുഖമാകട്ടെ ബ്ലർ ചെയ്താണുള്ളത്. ഇത്തരത്തിൽ ഒരു നാട്ടിലെ 250ഓളം പെൺകുട്ടികളെ അതിക്രൂരമായി റേപ്പ് ചെയ്യുന്നു. വെറും 11നും 20നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളാണ് ഇരകളൊക്കെയും. ഈ വിവരം പോലീസും ബന്ധപ്പെട്ടവരും അറിഞ്ഞിട്ടും മിണ്ടാതെ വായും പൂട്ടിയിരുന്നപ്പോൾ സധൈര്യത്തോടെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത വാർത്തയിലെ കവർ ഫോട്ടോയാണിത്. ഇത് തെറ്റല്ലേ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, അങ്ങനെയെങ്കിലും ആ കുട്ടികൾക്ക് നീതി കിട്ടുവാനായി അവർ ഇത് ചെയ്തതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. പക്ഷേ രാജ്യത്തെ ഞെട്ടിച്ച ഈ ക്രൂര സംഭവം ഇന്നും ഒരു കൂട്ടം പെൺകുട്ടികൾക്ക് നീതി നിഷേധിച്ചുകൊണ്ട് കഥയായി തന്നെ തുടരുകയാണ്. രാജസ്ഥാനിലെ സൂഫി ദർഗയാൽ പ്രസിദ്ധമായ ശാന്തിയുടെയും സമാധാനത്തിന്റെയും കേന്ദ്രമായി കരുതപ്പെടുന്ന അജ്മീറിൽ ഒന്നും രണ്ടുമല്ല 250ഓളം പെൺകുട്ടികളാണ് ബലാത്സംഗത്തിന് ഇരയായത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബലാത്സംഗ കേസിന്റെ വിധി വന്നതാകട്ടെ 32 വർഷത്തിന് ശേഷവും. എന്തൊരു രീതികളാണല്ലേ! 90കളിൽ അങ്ങേയറ്റം കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു രാജസ്ഥാൻ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നത്. ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ചെറുതും വലുതുമായ നിരവധി വർഗീയ കലാപങ്ങളിലൂടെ രാജ്യം കടന്നുപോയി. അപ്പോഴൊക്കെ ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന പ്രദേശമായിരുന്നു ഈ അജ്മീർ എന്നത്. മാത്രവുമല്ല, അജ്മീർ സൂഫി ദർഗ എന്നത് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകവുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഈ ദർഗയുടെ നടത്തിപ്പുകാരുടെ ബന്ധുക്കൾ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബലാത്സംഗ കേസിൽ പ്രതികളായതും. ഇരകളാക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഹിന്ദു പെൺകുട്ടികളുമായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതിന്റെ പേരിൽ ഒരു വർഗീയ കലാപം അവിടെ ഉണ്ടാവാനിരുന്നത്. അജ്മീർ കേസിന്റെ കോടതി രേഖകൾ വായിച്ചാൽ നമ്മൾ തീർച്ചയായും ഞെട്ടിപ്പോകും. അതുവരെ യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാതിരുന്ന ഒരു കൂട്ടം യുവാക്കൾ ഇങ്ങനെ കൊച്ചു പെൺകുട്ടികളെ പീഡനച്ചങ്ങലയിൽ വീഴ്ത്തുക എന്നത് സമാനതകൾ ഇല്ലാത്തതാണ്. അജ്മീരിലെ സമ്പന്നരും സ്വാധീനമുള്ളവരുമായ കുടുംബങ്ങളിൽപ്പെട്ടവരായിരുന്നു ഈ പ്രതികളൊക്കെയും. പ്രണയം നടിച്ച് ഒരു പെൺകുട്ടിയെ വശത്താക്കുന്നു. തുടർന്ന് അവളെ ലൈംഗിക ചൂഷണം ചെയ്ത ശേഷം അവളുടെ നഗ്ന ഫോട്ടോകളൊക്കെ എടുത്ത് എന്നിട്ട് ഇതിന്റെ പേരിൽ ആ കുട്ടി ഇവർ ബ്ലാക്ക്മെയിലും ചെയ്യും. നീ മറ്റു കുട്ടികളെ ഇവിടെ എത്തിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ഈ നഗ്ന ഫോട്ടോ ഈ നാട് മുഴുവൻ പ്രചരിപ്പിക്കുമെന്ന് അവളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അങ്ങനെ ഒരു ഗതിയുമില്ലാതെ ആ കുട്ടി മറ്റൊരു കുട്ടിയെ പറഞ്ഞു വിടും. അവളെയും ഇവർ സമാനമായി ചൂഷണം ചെയ്ത് ഇതേ തന്ത്രം അവിടെ ആവർത്തിക്കും. അങ്ങനെ ഒരു ചെയിൻ പോലെ ഈ ക്രൂരത നീണ്ടുപോയി. ഇരകളെ ചൂഷണം ചെയ്യുന്നതിനായി ഇവർക്കൊരു ഫാം ഹൗസ് തന്നെ ഉണ്ടായിരുന്നു. പീഡനത്തിനായി ഒരു സുസൂക്കി വാനും പ്രതികൾ സംഘടിപ്പിച്ചു. കേസിന്റെ തുടക്കം 90ലാണ്. ഇവിടുത്തെ ഒരു സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയായ പെൺകുട്ടിയുടെ രാഷ്ട്രീയ മോഹമാണ് പ്രതികൾ മുതലെടുത്തത് എന്നാണ് കോടതി രേഖകളിൽ പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആ കുട്ടി വളരെയധികം ആഗ്രഹിച്ചിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ ഫാറൂഖ് ചിഷ്തിക്ക് നല്ല കോൺഗ്രസ് ബന്ധമുണ്ട്. ഇങ്ങനെയാണ് ഇവർ ഈ കുട്ടിയെ പരിചയപ്പെടുന്നത്. 2003ലെ സുപ്രീം കോടതി വിധിയിൽ ഇക്കാര്യം പറയുന്നുണ്ട്. അങ്ങനെ സ്നേഹം നടിച്ച് അടുത്തുകൂടിയ ഫാറൂഖ് ഈ കുട്ടിയെ ചൂഷണം ചെയ്യുകയും നഗ്ന ഫോട്ടോകൾ എടുത്തുമാണ് സെക്സ് റാക്കറ്റിന്റെ തുടക്കം. അതങ്ങനെ ചങ്ങലയായി പടർന്നുകൊണ്ടേയിരുന്നു. ഫാറൂഖും കൂട്ടാളികളും ചേർന്ന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായ 250ഓളം പേരെ പീഡിപ്പിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് FIR ഇട്ടപ്പോൾ ഇത് 100ആയി കുറഞ്ഞു. രാഷ്ട്രീയ ഇടപെടലും മതപരമായ സ്വാധീനവും അന്വേഷണത്തിലെ മെല്ലെപ്പോക്കുമെല്ലാം ബാധിച്ച ഒരു വല്ലാത്ത കേസാണിത്. ഏത് രഹസ്യവും എങ്ങനെ പോയാലും ഒരിക്കൽ അത് വെളിച്ചം കാണുമല്ലോ. ഇരകളുടെ എണ്ണം വർദ്ധിച്ചതോടെ സംഭവം നാട്ടിൽ പാട്ടായി. പക്ഷേ അതിഭീകരമായ ലൈംഗിക ചൂഷണത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടും ഇതിൽ നിയമ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ രാജസ്ഥാനിലെ പ്രാദേശിക ദിനപത്രമായ ദൈനിക് ജ്യോതിയുടെ ലേഖകൻ സന്തോഷ് ഗുപ്തയാണ് ഈ വിവരം പുറം ലോകത്തെ അറിയിച്ചത്. അജ്മീറിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും 100ഓളം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതായി അദ്ദേഹം സധൈര്യം റിപ്പോർട്ട് ചെയ്തു. ഒരു പെൺകുട്ടിയുടെ ചിത്രം ഫോട്ടോ ലാബിൽ നിന്നും ചോർന്ന് സന്തോഷ് ഗുപ്തയുടെ കയ്യിൽ എത്തിയതോടെയാണ് സംഭവത്തിന് പിന്നിലെ ഇരുണ്ട സത്യങ്ങൾ ചുരുൾന്നി വരുന്നത്. കുട്ടികൾ ബ്ലാക്ക്മെയിലിംഗിന്റെ ഇരകൾ എന്ന തലക്കെട്ടോടെയാണ് സന്തോഷ് ഗുപ്ത ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിലുള്ള പങ്കും ഗുപ്ത വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തു. 32 വർഷങ്ങൾക്ക് ശേഷം BBC-യോട് അദ്ദേഹം പ്രതികരിക്കുമ്പോൾ സന്തോഷ് ഗുപ്തയ്ക്ക് ഒട്ടും തന്നെ സന്തോഷം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഓഗസ്റ്റ് 20 വിധിയെ നീതി എന്ന് വിളിക്കാമോ? ആ വിധി നീതിയല്ല, ജസ്റ്റിസ് ഡിലൈഡ് എന്നാണ്. ജസ്റ്റിസ് ഡിനൈഡ് തന്നെയാണ്. പ്രോസിക്യൂഷൻ സാക്ഷി കൂടിയായ സന്തോഷ് ഗുപ്ത BBC-യോട് പറഞ്ഞത് ഇങ്ങനെയാണ്:
തന്റെ കയ്യിൽ കിട്ടിയ ഒരു ഫോട്ടോ പ്രസിദ്ധീകരിക്കാൻ ദൈനിക് ജ്യോതി പത്രം എടുത്ത ധീരമായ തീരുമാനമാണ് സംഭവത്തിൽ വഴിത്തിരിവായതെന്ന് സന്തോഷ് ഗുപ്ത പറയുന്നു. തെളിവ് കിട്ടിയിട്ടും ആദ്യം പോലീസിൽ നിന്നോ പൊതുജനങ്ങളിൽ നിന്നോ കാര്യമായ പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായില്ല. ഞാൻ കുറച്ച് റിപ്പോർട്ടുകൾ എഴുതിയെങ്കിലും വലിയ ചർച്ചയൊന്നും ഉണ്ടായതേയില്ല. അങ്ങനെ ഇരിക്കെയാണ് ഞങ്ങൾ പീഡനത്തിന്റെ ഒരു ഫോട്ടോ കൊടുക്കാനുള്ള ധീരമായ ഒരു തീരുമാനമെടുത്തത്. അരക്കെട്ടിന് മുകളിലേക്ക് നഗ്നയായ ഒരു പെൺകുട്ടി, അവളുടെ മാറിടങ്ങൾ തഴുകുന്ന 2 പുരുഷന്മാർക്കിടയിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത്. പ്രതികളിൽ ഒരാൾ ക്യാമറയെ നോക്കി പുഞ്ചിരിക്കുന്നുമുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ മുഖം ബ്ലർ ചെയ്താണ് കൊടുത്തത്. ഈ ഫോട്ടോ നാടിനെ തന്നെ ഞെട്ടിച്ചു. പൊതുജനം പ്രകോപിതരായി. നഗരം അടച്ചിടേണ്ടി പോലും വന്നു. രോഷം ആളിക്കത്തുന്ന തീ പോലെ രാജസ്ഥാനിൽ പടർന്നുകൊണ്ടേയിരുന്നു. സന്തോഷ് ഗുപ്ത 3 പതിറ്റാണ്ടിന് ശേഷവും അക്കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. ഇതോടെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. നാടെങ്ങും പ്രക്ഷോഭമായി. സ്ഥിതിഗതികൾ വഷളായതോടെ അന്നത്തെ രാജസ്ഥാനിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഭൈരോൺ സിംഗ് ഷെഖാവത്ത് പ്രതികളെ വെറുതെ വിടരുതെന്ന് നിർദ്ദേശവും നൽകി. സന്തോഷ് ഗുപ്ത നിരന്തരം വാർത്തകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികളുണ്ടായി. പ്രതികൾക്കെതിരെ ബലാത്സംഗത്തിനും ബ്ലാക്ക് മെയിലിംഗിനും കേസ് രജിസ്റ്റർ ചെയ്യുകയും അത് സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും ചെയ്തു. വിശദമായ അന്വേഷണത്തിന് ശേഷം 18 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രശസ്തമായ അജ്മീർ ദർഗയിലെ ഖാദിമാരുടെ അടുത്ത ബന്ധുക്കളും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നു. അറസ്റ്റിനെ തുടർന്ന് പീഡനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വാർത്തകളുമായി. അതോടെ അജ്മീർ സംഘർഷഭരിതമായി. രാഷ്ട്രീയ രംഗത്തും സാമൂഹിക മേഖലകളിലും ഉന്നത സ്വാധീനമുള്ളവരാണ് പ്രതികളായത്. അതുകൊണ്ട് തന്നെ ഇരകൾക്ക് മേൽ അവരുടെ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. അതിക്രമം നേരിട്ടവരുടെ നഗ്ന ഫോട്ടോകൾ പ്രദേശത്ത് പ്രചരിച്ചതോടെ പലരും നാടുവിട്ടു. വർഗീയ സംഘർഷത്തിനുള്ള സാധ്യതയും പലരും ഭയന്നിരുന്നു. എന്നിരുന്നാലും അതിക്രമത്തിന് വിധേയരായ കൂടുതൽ പേരുടെയും വിവരങ്ങൾ രഹസ്യമായി തന്നെ നിലനിന്നു. ഇക്കാലത്തിനിടയ്ക്ക് ജീവനൊടുക്കിയ ഇരകൾ പോലുമുണ്ട്. ആത്മഹത്യാശ്രമം നടത്തിയവരുമുണ്ട്. വിചാരണയ്ക്കിടെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ തമ്മിൽ തർക്കവുമുണ്ടായിരുന്നു. 100-ൽ പരം പെൺകുട്ടികൾ ഇരകളാണെങ്കിലും കുറച്ചുപേർ മാത്രമാണ് മൊഴികളിൽ ഉറച്ചു നിന്നത്. അവരെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. അവരുടെ കൂടെയാണ് ഇവിടുത്തെ നീതിയും ന്യായവും എന്ന ഉറപ്പുകൂടി ഇവർക്ക് തോന്നണ്ടേ? എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും അറിയിക്കൂ. അതോടൊപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുമല്ലോ.